أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോക നിയന്താവും രക്ഷിതാവുമായ നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ ഇഹലോകവാസം വെടിയുന്ന മഹാവിജയികളിൽ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. മനുഷ്യർക്കിടയിൽ പലതരം റാങ്കുകളും പദവികളും നാം നിശ്ചയിക്കാറുണ്ട്. ദുനിയാവിലെ ജീവിതത്തിലെ റാങ്കുകളും പദവികളുമൊക്കെ നമ്മളിൽ പല ആളുകളും നിശ്ചയിക്കാറുള്ളത് അവരുടെ പണം നോക്കിയിട്ടോ പദവി നോക്കിയിട്ടോ തറവാട് മഹിമ നോക്കിയിട്ടോ എല്ലാമാണ്. എന്നാൽ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവൻ്റെ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കാഴ്ചപ്പാടിൽ ആരാണ് യഥാർത്ഥത്തിൽ ഉത്തമൻ, പദവിയുള്ളവൻ, സ്ഥാനമുള്ളവൻ എന്നുള്ളതാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. 5 വിഭാഗം ആളുകളെയാണ് നമ്മൾ ഇന്ന് എണ്ണുന്നത്. ഈ 5 വിഭാഗത്തിലും പെടാൻ വളരെ എളുപ്പമാണ്. മാനസികമായി തയ്യാറുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചെറിയ കനമുള്ള ഒരു ചോദ്യം. അതുകൊണ്ട് എല്ലാവരും കാത് തുറന്ന് മനസ്സ് തുറന്ന് ഈ ഉത്തമന്മാരിൽ പെടാൻ ശ്രമിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ ഉടനീളം കാണാൻ കഴിയുന്നൊരു പ്രയോഗമുണ്ട്, ഖൈറുക്കും എന്ന് പറയുന്ന പ്രയോഗം. ഖൈറുക്കും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ധാരാളം പ്രവാചക വചനങ്ങളുണ്ട്. ഖൈറുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഉത്തമൻ ആരാണ്, നിങ്ങളിൽ പദവിയുള്ളവൻ, സ്ഥാനമുള്ളവൻ ആരാണ് എന്നാണ് അതിൻ്റെ തുടക്കം. ഖൈറുക്കും എന്ന് പറഞ്ഞാൽ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രയോഗത്തിലൂടെ ഉത്തമരായ മനുഷ്യരുടെ വലിയ നീണ്ട പട്ടിക നിരത്തുന്നുണ്ട്. എങ്കിൽ ഈ ഖുതുബ കേൾക്കുന്ന ഓരോ വിശ്വാസികളും ആലോചിക്കേണ്ടത്, എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ കേൾക്കാറുണ്ട്, അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചയും ഞാൻ കേൾക്കുന്നു. അങ്ങനെ പല ചിന്താഗതിയിലുള്ള ആളുകളുണ്ടാവും. കേട്ടതൊന്നും ജീവിതത്തിൽ പകർത്താത്തവരുണ്ട്. കേൾക്കുന്ന കാര്യങ്ങൾ പുതുതായി തോന്നുകയും അതൊക്കെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ഞാൻ 10-65 കൊല്ലമായി കേൾക്കുന്നു, 10-40 കൊല്ലമായി കേൾക്കുന്നു, അതൊക്കെ അവരുടെ ഡ്യൂട്ടിയല്ലേ, അവർ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള മനോഗതിയിലും കേൾക്കുന്ന ആളുകളുണ്ട്. ജുമഅക്ക് പള്ളിയിൽ പോയില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല സൈസ് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾ തീർത്തും ഈ ഉത്തമരിൽ പെടാൻ ഞാൻ ഞാൻ അതിൽ പെടും എന്നുള്ള വാശിയോടെ തന്നെ കേൾക്കുക,
അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ആരോഗ്യമുള്ളവർ രോഗത്തിന് വഴിമാറുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഓരോ ദിവസവും എന്ത് തന്നെ നേടിയെടുത്താലും നമ്മൾക്ക് ബേജാറ്. ഒരാക്സിഡൻ്റ് ആയാൽ, ഞരമ്പൊന്ന് ബ്ലോക്കായാൽ, ഒരു ടെസ്റ്റ് റിസൾട്ട് വന്നാൽ, ഒന്നും വേണ്ട, ഒരു ചെറിയ നെഞ്ചുവേദന വന്നാൽ തീരാവുന്നതേ നമ്മുടെ കരിയർ ഉള്ളൂ എന്ന് വളരെ ശക്തമായി ആലോചിക്കേണ്ടവരാണ് നമ്മൾ. ഇന്ന് വരെ ഈ മിമ്പറിലേക്ക് ഞാൻ കയറുമ്പോൾ ഒരുപാട് വേദനാജനകമായ വാർത്ത, ഒരുപാട് വേദനാജനകമായ വാർത്ത കേട്ടിട്ടാണ് കയറുന്നത്. ഇന്ന് വരെ നമ്മുടെ പള്ളിയിലെ സ്ഥിര സാന്നിധ്യമായൊരു സഹോദരൻ്റെ ജ്യേഷ്ഠൻ പ്രവാസ ജീവിതത്തിൽ നിന്ന് നാട്ടിലേക്ക് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് മടങ്ങവേ ആക്സിഡൻ്റായി അനുബന്ധമായി മരണപ്പെട്ട വാർത്ത നമ്മൾ കേട്ടു. അദ്ദേഹത്തിൻ്റെതായ പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പെരിയാരം മെഡിക്കൽ കോളേജ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിലൂടെ ഉണ്ടായ കുടുംബത്തിനുണ്ടായ നഷ്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല നികത്തി കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളൊന്നുമല്ല, അങ്ങേയറ്റം ദുർബലരാണ് എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ കൺമുന്നിലുള്ള ഓരോ മരണങ്ങളും. അതുകൊണ്ട് വിനയാന്വിതരാവുക. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂടുതൽ പണിയെടുക്കുക. ഒരിക്കലും അവസാനിക്കാത്ത ലോകത്തേക്ക് നന്മകൾ വാരിക്കൂട്ടുക. ഇത് മാത്രമാകണം നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയാകട്ടെ ഇന്നത്തെ ഖുതുബ എന്ന് അങ്ങേയറ്റം പ്രത്യാശിച്ചുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ചില കാര്യങ്ങൾ ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. ഒരു ചോദ്യം, നമ്മൾ ഈ ഉത്തമന്മാരിൽ ഈ പദവി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പദവി നേടിയെടുത്ത ആളുകളിൽ നമ്മൾ ഉണ്ടാകണമെന്ന് നമ്മൾ അതിശക്തമായി ആഗ്രഹിക്കുക. അതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും നമ്മൾ ആലോചിക്കുക. അതിലൊന്നാമത് പറഞ്ഞ എന്താണെന്ന് അറിയുക, ഈ ഖൈറുക്കും എന്ന് പറയുന്ന ഹദീസുകൾ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഹദീസുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ അറിയപ്പെട്ട ഹബീബിൻ്റെ ഒരു വചനമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസുകൾ കുറേയൊന്നുമില്ല, വളരെ വിരലിലെണ്ണാവുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് അദ്ദേഹം. ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്വഹാബികളിൽപ്പെട്ട ആളാണ്. ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്വഹാബികൾ അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസുകൾ കുറച്ചേ ഉള്ളൂ. ഉമർ ബിൻ ഖത്താബിൽ നിന്നുള്ള കൂടുതൽ ഹദീസും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മൾ അൻ അബി ഹുറൈറ എന്ന് പറഞ്ഞ് കുറേ കേട്ടിട്ടുണ്ടാവും. അൻ ഇബ്നു ഉമർ എന്ന് പറഞ്ഞ് കുറേ കേട്ടിട്ടുണ്ടാവും. അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ, അങ്ങനത്തെ കുറേ ഹദീസ് കേട്ടിട്ടുണ്ടാവും. കാരണം അവരൊക്കെ സഹാബികളിൽ അവസാന കാലക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും സുദീർഘകാലം ജീവിച്ചിരിക്കുക ചെയ്ത ആളുകളാണ്. ആദ്യ കാലഘട്ടത്തിൽ ഹദീസുകളെ രേഖപ്പെടുത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിഷേധിച്ചതുകൊണ്ട് തന്നെ പിന്നീട് ഹദീസുകൾ കേട്ട സ്വഹാബികളൊക്കെ കാലയവനികക്കുള്ളിൽ മരണം അവരെ മാടി വിളിച്ചപ്പോൾ പ്രവാചകന്റെ മൊഴിമുത്തുകൾ നഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്നുള്ള പേടി തോന്നിയപ്പോഴാണ് ഹദീസുകൾ രേഖപ്പെടുത്താൻ തുടങ്ങിയത്. അതിൽ പിന്നീട് വളരെ തുച്ഛമായ ഹദീസുകൾ രേഖപ്പെടുത്തിയ സ്വഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം റിവായത്ത് ചെയ്ത അധികം ഹദീസുകളും ഖുർആനുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. ഖുർആനിൻ്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് അദ്ദേഹം. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ് ഒരുപക്ഷെ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ പലർക്കും കാണാതെ അറിയുന്ന ഹിഫ്ളുള്ളൊരു ഹദീസായിരിക്കും. അത് കൂടുതൽ ഹദീസുകളൊന്നും നമ്മളിൽ പല ആളുകൾക്കും കാണാതെ അറിയില്ല. ആയത്തുകളൊക്കെ ചിലപ്പോൾ കുറേ അറിയായിരിക്കാം, പക്ഷെ ഹദീസുകൾ ഹിഫ്ളാക്കിയ ആളുകൾ കുറവാണ്. പക്ഷെ നമ്മളിൽ ഉള്ള ആളുകളിൽ തന്നെ അറിയുന്നൊരു ഹദീസാണല്ലോ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു. ഖൈറുക്കും എന്ന് പറഞ്ഞിട്ടാണ് ഹദീസ് തുടങ്ങുന്നത് അല്ലേ. നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്, ഏറ്റവും പദവിയുള്ളവനാരാണ്? വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതായത് ഖുർആൻ പഠിക്കുക, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമരാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമരാണ്. മൂന്നാമത്തെ വിഭാഗമല്ല, ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക. ഇതിലേതിലാണ് നമ്മളുള്ളത്? ഈ ഖുതുബ കേൾക്കുന്ന ഓരോ ആളുകളും ആലോചിക്കുക. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരുപാട് സദസ്സുകൾ നമ്മുടെ നാടുകളിലുണ്ട്.
അതിലൊന്ന് കേവലം ഞാനും എൻ്റെ കുടുംബവും ഒന്നൊരു മണിക്കൂർ പോയിരുന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ശാദ്വല തീരങ്ങളിൽ ചെന്ന് നിന്ന് അതിൻ്റെ കുളിർക്കാറ്റൊന്ന് ആസ്വദിക്കാൻ, അതിൻ്റെ സുഗന്ധമൊന്ന് നുകരാൻ, അതിൻ്റെ മധുരമൊന്ന് നുണയാൻ എത്ര ആളുകൾ ഈ ആയുസ്സിനിടക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നാട്ടിലൊക്കെ ഖുർആൻ പഠിക്കുന്ന സദസ്സുകൾ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയുള്ളൂ? 168 മണിക്കൂർ ആഴ്ചയിലില്ലേ, അതിലൊരു മണിക്കൂറേ ഉള്ളൂ. ഫോണിൽ കേൾക്കുന്ന വിഷയത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആ കേൾക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ ഇല്ല. അതൊക്കെ നമ്മൾ ഓണാക്കി വെച്ചാൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില സമയത്ത് പോകും. ചിലപ്പോൾ കോള് വരും, ചിലപ്പോൾ വാട്സപ്പ് മെസ്സേജ് വരും, അങ്ങനെ അതിൻ്റെ കഥ തീർന്നു. ഇനി മാത്രമല്ല, നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ ഒരു സദസ്സിൽ ചെന്നിരിക്കുന്നതിൻ്റെ പുണ്യം അതിന് കിട്ടൂല. വീട്ടിൽ നിന്ന് എന്തൊരു ഖുർആൻ ക്ലാസ് ഉണ്ട്, നമുക്കൊക്കെ പോയാലോ എന്നൊക്കെ പറഞ്ഞ് കുടുംബത്തൊക്കെ നമ്മൾ ഒരുക്കിയിട്ട് അതിനു വേണ്ടി ആ ഒരുക്കം മുതൽ, ആ വന്നിരിക്കുന്നത് മുതൽ പിന്നീട് പിരിഞ്ഞ് വീട്ടിലെത്തുന്നത് വരെ നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത ഒട്ടനവധി പ്രതിഫലങ്ങളാണ് അത്തരം സദസ്സുകളിൽ നിന്ന് കിട്ടുന്നത്. ഒരു പ്രഭാഷണ വേദിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ, ഒരു വിജ്ഞാന വേദിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഏറെ പുണ്യമാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, അതിൻ്റെ അർത്ഥം പറഞ്ഞ് പഠിക്കുന്ന ഒരു സദസ്സിൽ പോയിരുന്നാൽ നമുക്ക് കിട്ടുന്നത്. സഹോദരങ്ങളെ, എത്ര സദസ്സുകൾ നമുക്ക് നഷ്ടമായി. ഈ ഇരിക്കുന്ന പല മുഖങ്ങളും സ്ഥിരമായി നമ്മുടെ ഖുർആൻ ക്ലാസ്സിന് വരുന്ന ആളുകളാണ്. അവർക്കൊക്കെ ആത്മാർത്ഥമായി നെഞ്ചകത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ദീനി സംരംഭങ്ങളുമായി സ്ഥിരം ബന്ധപ്പെടുന്ന, അതാ നമ്മുടെ ഖുർആൻ ക്ലാസ്സിന് വരുന്ന ഒരാൾക്ക് എന്തൊരു അപകടം പറ്റി, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആത്മാർത്ഥതയായിരിക്കില്ല, അതിനൊന്നും ബന്ധപ്പെടാതെ ഇങ്ങനെ നടക്കുന്നൊരു വിശ്വാസിക്ക് വേണ്ടി നമ്മളെ ദുആ, അത് ആഴങ്ങളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണ്. അങ്ങനെ ധാരാളം ശ്രേഷ്ഠതകളാണ് അതുകൊണ്ട് കിട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന അഫ്ളലുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. വേറെ ഹദീസിൽ കാണാം, ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. നിങ്ങളിൽ ഏറ്റവും അഫ്ളലായവൻ, അഫ്അൽ വസ്നാണ്, അഫ്ളൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലേക്ക് ഇനി ഒന്നുമില്ല. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാൻ? ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാൻ. സഹോദരങ്ങളെ, ഉത്തമരാകാനുള്ള വഴിയാണ് ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞ കാരണം നമുക്ക് സ്വർഗത്തിലേക്കുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ല ചൊവ്വായ വഴിയിലേക്കാണ്. ഏറ്റവും നല്ല വഴി, അഖ്വം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും നല്ല വഴി എന്നാണ്. ആ ഏറ്റവും നല്ല വഴി സ്വായത്തമാക്കുന്നവരിൽ നമ്മുടെ വീട്ടിൽ പെൺമക്കളുണ്ടോ? നമ്മളെ വീട്ടിൽ ആൺമക്കളുണ്ടോ? വയസ്സായ MEP ഉണ്ടോ? നമ്മളുണ്ടോ? എന്നാലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മളെ കുടുംബം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ. ഇനിയിപ്പോൾ ഈ ഖുതുബൊക്കെ കേട്ടിട്ട് ഈമാനോട് അടിച്ച് കയറിയാൽ തന്നെ എന്താ സംഭവിക്കാൻ പോണേ? നമ്മൾ വണ്ടി എടുത്തിട്ട് പോരും, നമ്മൾ വാഹനം എടുത്ത് പോരും. നമ്മളെ വീട്ടിൽ അൽഹംദുലില്ലാ നമ്മളെ കുടുംബത്തിന് മുഴുവൻ സഞ്ചരിക്കാനുള്ള വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ എവിടേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്? പാർട്ടിക്ക് പോകുന്നുണ്ട്, കല്യാണത്തിന് പോകുന്നുണ്ട്, ടൂറ് പോകുന്നുണ്ട്, വേറെ എവിടേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. വോട്ട് ചെയ്യാനടക്കം നമ്മൾ കുടുംബസമേതമാണ് പോയത്. പക്ഷെ അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കാൻ നമ്മൾ കുടുംബസമേതം വണ്ടി എടുത്ത് പോരലുണ്ടോ? നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി വിടുന്നോലായിരിക്കും. ഞാൻ അതിനൊന്നും കാര്യമാക്കുന്നില്ല, പക്ഷേ ഇത് ചോദിക്കലിൻ്റെ ബാധ്യതയാണ്. നാളെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മോട് ചോദിക്കൂലേ? കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലൻ റഇയതിഹി എന്നല്ലേ? നിങ്ങൾ ഓരോരുത്തരും മേലാധികാരികളാണ്. നിങ്ങളെ കുടുംബത്തെക്കുറിച്ച് നിങ്ങളോട് നാളെ ചോദിക്കും. അതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളിൽപ്പെട്ട ഒന്നെന്താണ് നിങ്ങൾ? മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ നെയിൽ നദിക്ക് പാലം കെട്ടാൻ മാത്രം പടുത്തു പൊന്തിച്ചാൽ അത്രമാത്രം കിതാബ് അന്ന് കാലത്ത് എഴുതിയ മഹാപണ്ഡിത കേസരിയാണ് അദ്ദേഹം. ആ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ മൊഴിമുത്തുകളിൽപ്പെട്ട ഒന്നാണ് വനദിംതു അലാ തളീഇ അക്സരി ഔഖാതി ഫീ ഗൈരി മആനി അൽ ഖുർആൻ. ചെറിയ വാക്കാണ്, എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? എന്താണ് ആശയം എന്നറിയോ? വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ പാഴാക്കി കളഞ്ഞ ധാരാളം സമയത്തിൻ്റെ പേരിൽ ഞാൻ ധാരാളം ഖേദിച്ചിട്ടുണ്ട് എന്നാണ്. എന്താ പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ അത് പഠിക്കാൻ വേണ്ടിയല്ലാത്ത സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടമായിട്ടുണ്ട്. ദീനിനു വേണ്ടി ജയിൽവാസം വരിച്ച, ദീനിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച, ദീനിനു വേണ്ടി ഒരുപാട് സമയങ്ങൾ മാറ്റിവെച്ച ഒരു മനുഷ്യൻ ഇന്ന് എഴുതിയാൽ എത്രത്തോളം കിതാബുകൾ എഴുതാൻ പറ്റും?
അതിനുവേണ്ടി ബഹുഭൂരിഭാഗം ജീവിതത്തിൽ സമയം ചെലവഴിച്ച ശൈഖുൽ ഇസ്ലാം പറയാണ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സങ്കടപ്പെട്ടിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയങ്ങൾ പഠിക്കാത്ത സമയങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. നമുക്ക് ആ സങ്കടം ഉണ്ടായിട്ടുണ്ടോ? ആ ചോദ്യം ചോദിക്കാനാണ് ഈ ഇന്നത്തെ ഖുതുബ. സഹോദരങ്ങളെ, അടുത്ത വെള്ളിയാഴ്ച ജീവനോടെ നമ്മൾ ഉണ്ടാകുമോ? അതല്ല നമ്മുടെ ചലനമറ്റ ശരീരത്തിൻ്റെ മുന്നിൽ 3 കഷ്ണം തുണിയിൽ വാരിപ്പൊതിഞ്ഞ് കെട്ടിയ ശരീരത്തിൻ്റെ മുന്നിൽ മറ്റുള്ളവർ നിസ്കരിക്കുന്ന അവസ്ഥയായിരിക്കുമോ ഉണ്ടാവുക? അന്ന് മനുഷ്യൻ കേരിക്കുന്നത് എന്തിനാണെന്നറിയോ? സമയത്തിന് വേണ്ടിയാണ്. ഒന്നുകൂടി എന്നെ തിരിച്ചു വിടുമോ എന്ന് ചോദിക്കുന്നത് എൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ എൻ്റെ ഭദ്രമായ കൈകളിൽ ഏൽപ്പിക്കാനാണെന്ന് പറയാനല്ല, എൻ്റെ മക്കളെ സേഫ് സോണിലാക്കാനാണെന്ന് പറയാനല്ല. ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ നല്ല നല്ല അവസരങ്ങളുണ്ട്, അത് തേടിപ്പിടിക്കാനാണ്. തീർന്നില്ല. ഖബറിൽ നിന്ന് ഇസ്രാഫീലിൻ്റെ 2ാമത്തെ ഊത്തിൽ മനുഷ്യർ ഖബറുകളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന്, ചുടലക്കളങ്ങളിൽ നിന്ന്, ഗംഗാ നദികളിൽ നിന്ന്, ഇനി പൊറുക്കാൻ കിട്ടാത്ത അവസ്ഥയിൽ കരിഞ്ഞ് പറന്നുപോയ ഭസ്മങ്ങളിൽ നിന്ന് മനുഷ്യർ എണീറ്റ് വരുമ്പോൾ അവിടെയും ചോദിക്കുന്നത് സമയത്തിന് വേണ്ടിയാണ്. നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ കിതാബ് കിട്ടുമ്പോൾ കരയുന്നതും സമയത്തിന് വേണ്ടിയാണ്. നരകത്തിൻ്റെ മുന്നിൽ ചെന്ന് ആർപ്പ് വിളിക്കുന്നതും സമയത്തിന് വേണ്ടിയാണ്. നരകത്തിൻ്റെ അഗ്നിജ്വാലകളിൽ അവൻ വെന്തൊരുകുമ്പോഴും ചോദിക്കുന്നത് സമയത്തിന് വേണ്ടിയാണ്. അപ്പം അള്ളാഹു കൊടുക്കുന്നത് എന്താ? മറുപടി എന്താ? ചിന്തിക്കാനും ആലോചിക്കാനും ധാരാളം സമയം ഞാൻ നിനക്ക് തന്നിരുന്നില്ലേ എന്നാണ്. സഹോദരങ്ങൾ, അതിൽ നമ്മൾ പെടരുത്. അൽഹംദുലില്ലാ, നമ്മളിപ്പോൾ ഹയാത്തിലുണ്ട്. ഉപയോഗപ്പെടുത്തണേ വിശ്വാസികളെ, ഉപയോഗപ്പെടുത്തണേ വിശ്വാസികളെ. ദിവസവും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. പ്രായോഗിക മാർഗങ്ങളിൽപ്പെട്ട ഒന്നതാ, എന്നും കുറച്ച് ഖുർആൻ ഓതുക. 2ാമത്തെ വഴി, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഇന്ന് ഒട്ടനവധി ഒരു പിടി അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പീസ് റേഡിയോയിൽ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അല്ലേ, ദമാം ഇസ്ലാഹി സെൻ്ററിലെ അറിയപ്പെട്ട ദാഇയായ കിതാബുകളിൽ നിന്ന് മാത്രം കാര്യങ്ങൾ ഉദ്ധരിച്ച് സലഫുകളെ വഴിയെ ഖുർആൻ ക്ലാസ് എടുക്കുന്ന പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ സ്ഥിരമായി നടക്കുന്നു. അതിൻ്റെ മുമ്പിലൊന്ന് കുടുംബസമേതം ഒന്ന് വട്ടമേശക്ക് ചുറ്റൊന്നിരുന്ന് പഠിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ച് പറയുകയാണ് ഞാൻ. ഇനി അങ്ങനെ കുറേ ഉണ്ട്, സമയം കുറവുണ്ട്, ഞാൻ സൂചിപ്പിക്കണില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഫ്ലുവൻ്റ് ആയിട്ട് ഓതാൻ കഴിയാത്ത ആളുകൾ അതൊന്ന് തെറ്റുതിരുത്തി നന്നായി ഒന്ന് ഓതാൻ പഠിക്കാനുള്ള ജീവിത പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരായത്തിൻ്റെ അർത്ഥം പഠിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? പഠിച്ചതൊന്ന് പ്രാവർത്തികമാക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? അതുപോലെ തന്നെ സഹോദരങ്ങളെ, എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി? കുറേ പ്രാർത്ഥനകൾ നടത്തുന്ന ആൾക്കാരല്ലേ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രാർത്ഥന ഇതാകട്ടെ, ഖുർആനിന് വേണ്ടി, നമുക്ക് വേണ്ടി. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആനൽ അളീം റബീഅ ഖൽബി വനൂറ സദ്രി. അല്ലാഹുവേ, മഹത്തായ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കേണമേ, എൻ്റെ ഹൃദയത്തിൻ്റെ വെളിച്ചമാക്കേണമേ. ഖുർആനിനെ ഹൃദയത്തിൻ്റെ വെളിച്ചമാക്കിയാലേ ആ മനുഷ്യന് കിട്ടുന്ന സ്വസ്ഥത, ആ മനുഷ്യന് കിട്ടുന്ന സമാധാനം, സഹോദരങ്ങളെ, അത് അനിർവചനീയമാണ്. അത് അനുഭവിച്ച ആളുകൾ നമുക്ക് പറഞ്ഞു തന്നത് ഒട്ടനവധി വാക്കുകളിലുണ്ട്. അതുകൊണ്ട് ഖുർആൻ മാത്രമാണ് പരിഹാരമെന്ന് ഓരോ അവസ്ഥകളും ഇന്ന് ലോകത്ത് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? നാളെ പരലോകത്ത് എന്താ മുത്തനബിൻ്റെ കംപ്ലൈൻറ്റ്? അതാണ് ഞാൻ ആദ്യം ഓതിയത്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എൻ്റെ റബ്ബേ, എൻ്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞല്ലോ. ഇന്ന ഖൗമി, എൻ്റെ സമുദായം. അന്യമതസ്ഥരെ കുറിച്ചല്ല, ദൈവനിഷേധികളെ കുറിച്ചല്ല, പരിശുദ്ധ ഖുർആനെതിരെ ട്രോളുകൾ ഉന്നയിക്കുന്നവരെ കുറിച്ചല്ല. ഖുർആനിൻ്റെ ആളാണെന്ന് ഞാൻ പറയുന്ന എന്നെക്കുറിച്ചാണ്, നമ്മളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഹബീബായ പ്രവാചകന്റെ സമുദായമാരാ? നമ്മളല്ലേ. ആരതിൽ പെടുക? ഇതിൽ പെടുന്ന 1ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ ശ്രദ്ധ ഇല്ലാത്തവരയിൽ പെടുന്നതാണ്. റമദാൻ മാസത്തിൽ നല്ല ഖിറാത്ത് ഉണ്ടായിരുന്നു, നല്ല പാരായണത്തിൽ എന്നും കുറച്ച് ഓതിയിരുന്നു. അൽഹംദുലില്ലാ, അതിൻ്റെ എൻ്റെ വരെ ഓതി തീർക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ശ്രദ്ധ പോയിട്ടുണ്ട്, അതിന് കുറച്ച് ബാക്കോട്ട് അടിച്ചിട്ടുണ്ട് നമ്മളിൽ പല ആളുകളും. സഹോദരങ്ങളെ, ഇത് മരണം വരെ വേണ്ടേ? ഫഅബ്ദുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. തൊണ്ടക്കുഴിയിലേക്ക് യഖീൻ വരുന്നത് വരെ, യഖീൻ എന്ന് പറഞ്ഞാൽ അവിടെ ആശയം എന്താ? മരണം എന്നാ. ആ മരണം വരുന്നത് വരെ ഖുർആനുമായിട്ടുള്ള സുഹബത്ത്, ഗാഢബന്ധം. അപ്പോൾ പാരായണം ചെയ്യാത്ത ആൾക്കാർ അതിൽ പെടും. പിന്നെ 2ാമത്തെ ആൾക്കാരാരാന്നറിയോ?
നബി പറഞ്ഞ ഈ ലിസ്റ്റിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെടുന്ന രണ്ടാമത്തെ വിഭാഗം അർത്ഥം പഠിക്കാത്തവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശുദ്ധ ഖുർആനുമായി ഏതെങ്കിലും രൂപത്തിൽ ബന്ധം സ്ഥാപിച്ചാൽ തന്നെ ഒരു പാരായണത്തിൽ ഒതുങ്ങുന്നു നമ്മുടെ ഖുർആനുമായുള്ള ബന്ധം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. നിങ്ങൾ ആ മൈൻഡിൽ എൻ്റെ ഖുത്ബ കേൾക്കരുത്. കൂടുതൽ കൂടുതൽ നന്നാകാൻ വേണ്ടിയാണ് പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അർത്ഥം പഠിക്കുക. ഇന്നലെ ഞാൻ പഠിച്ച ഖുർആനിലൊരു അർത്ഥമാണിത്. അള്ളാഹുവിൻ്റെ മഹാവേദഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിച്ച ഒരർത്ഥമാണിത്. സഹോദരങ്ങളെ, എത്ര ആൾക്ക് അവകാശവാദം ഉന്നയിക്കാൻ പറ്റും? കഴിഞ്ഞ ആഴ്ച ഞാൻ എത്ര സമ്പാദിച്ചു, ഇന്നലെ എൻ്റെ കച്ചവടത്തിൽ എത്ര ലാഭം കിട്ടി, ഇന്നലെ എൻ്റെ ഗൂഗിൾ പേക്കും ഫോൺ പേക്കൊക്കെ എത്ര പൈസ വന്നു, അല്ലേ? അതൊക്കെ നമ്മൾ കൂട്ടിക്കിഴിച്ച് വരവ് നോക്കുന്ന ആൾക്കാരാണ്, ചിലവൊക്കെ നോക്കുന്ന ആൾക്കാരാണ്, ലാഭം നോക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ വിഷയത്തിൽ അള്ളാഹിൻ്റെ ഖുർആൻ്റെ ആയത്ത്, അന്ന് മദ്രസന്ന് ഉസ്താദിൻ്റെയൊക്കെ ഒന്ന് തല്ലിട്ടിയപ്പോൾ പഠിച്ച അമ്മ ജൂസിലെ കുറച്ച് സൂറത്തുകൾ, അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ചടഞ്ഞിരുന്ന സമയത ആലോചിച്ച് നോക്കി നിങ്ങൾ. ഓർമ്മ വെച്ച പക്വതയെത്തിയ കാലം മുതൽ ദുനിയാവ് മണ്ടിൽ അടിച്ചു കയറ്റുന്ന ആൾക്കാർ നമ്മൾ. ആ ചെറുപ്രായത്തിൽ, ആ ചെറിയ 9-8 വയസ്സ്, ആ പ്രായം വരെ നമ്മൾ ദീന് പഠിച്ചു. അവിടുന്ന് അങ്ങോട്ട് പിന്നെന്താ? പിന്നെ ഭൗതിക വിദ്യാഭ്യാസം, നമ്മുടെ ജോലി, നമ്മുടെ വിവാഹം, നമ്മുടെ കുടുംബം, അതല്ലേ കാര്യമായിട്ട് അടിച്ചു കയറ്റിയത്. ദീനിന് വേണ്ടി മാറിയിരുന്നോ? പരലോകല്ലേ, അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ ചെന്നിരിക്കേണ്ടി വരൂലേ? നമ്മൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ സഹോദരങ്ങൾ. അതുപോലെ തന്നെ മൂന്നാമത്തെ വിഭാഗം അറിയോ? ജീവിതത്തിൽ പകർത്താത്ത ആൾക്കാരാ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് പച്ചയായ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ പറഞ്ഞതുപോലെ ജീവിച്ചൊരു മനുഷ്യർ രാജ്യത്തിൻ്റെ തീവ്രവാദിയാകില്ല. ഒരന്യ മനുഷ്യൻ്റെ നേരെ ആയുധമേന്തില്ല, മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയില്ല, ചൂഴ്ന്ന് അന്വേഷിക്കുകയില്ല, കുറവുകൾ അന്വേഷിക്കുകയില്ല. എന്തേ കാരണം? വിശുദ്ധ ഖുർആൻ ഇതൊക്കെ വിലക്കിയിട്ടുണ്ട്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആൾ മദ്യപാനിയാവില്ല, MDMA ഉപയോഗിക്കില്ല, ലഹരി ഉപയോഗിക്കില്ല, അതിൻ്റെ വിൽപ്പന കച്ചവടക്കാരനാവില്ല, അത് വാങ്ങണവനാവില്ല, സിനിമ കാണുന്നവനാവില്ല, ഹറാമായ സൈറ്റുകൾ സന്ദർശിക്കുന്നവനാകില്ല. കാരണം അവൻ പഠിച്ചിട്ടുണ്ട്. അള്ളാന്റെ കലാമിലെ വചനവും പഠിച്ചു. കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയത്തിൻ്റെ ചിന്താതരങ്ങളും എൻ്റെ റബ്ബ് അറിയുന്നു എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ അനാവശ്യ സൈറ്റുകളിലേക്ക് പോകാൻ കഴിയോ? ഹറാമായ കാഴ്ചകൾ വീട്ടിലിരുന്ന് അഭ്രപാളികളിൽ ഇങ്ങനെ ചുമരിൽ തൂക്കിയിട്ട അത്യാവശ്യം വിലപിടിപ്പുള്ള സ്ക്രീനിൽ കാണാൻ കഴിയോ? ഇല്ല മുഅ്മിനീങ്ങളെ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖറു ഖൗമുൻ മിൻ ഖൗമിൻ അസാ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ഈ ഹുജറാത്തിൽ ആയത്ത് പഠിച്ച വിശ്വാസി മറ്റുള്ളവരെ കുറിച്ച് പരിഹസിക്കോ? ഇല്ല. കാരണം ഖുർആൻ പറഞ്ഞെന്താ? പരിഹസിക്കരുതാ. സഹോദരങ്ങളെ, പലിശ ഇടപാടുകളിലേക്ക് പോവില്ല. അപ്പൊ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെ ബാധ്യത. അല്ലാതെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഓതാനുള്ളതും വെറുതെ കുറേ ഖുർആൻ ക്ലാസ് കേൾക്കാനുള്ളതും അല്ല, അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. വഅമില ബിഹീന, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുക. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരെ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ പെടുന്നതാണ്. സഹോദരങ്ങളെ, ഉത്തമരാകളെ രണ്ടാമത്തെ വഴി ഏതറിയങ്ങൾ നല്ല സ്വഭാവത്തിനുടമകളാകുക എന്നാണ്. നല്ല സ്വഭാവത്തിനുടമകളാവുക, അല്ലേ? ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ എന്താ പറയലേ? ഒരാള് മാഷാ അല്ലാഹ് നല്ല നിസ്കാര, ഖുർആൻ ക്ലാസ് ഉണ്ടല്ലോ മാഷാ അല്ലാഹ് കൃത്യമായിട്ട് വരും, ദഅവത്തിൽ ഭയങ്കര സജീവാണ്, താടിയൊക്കെ ഉഷാറാ, അല്ലേ? അതുപോലെ തന്നെ സുന്നത്തൊക്കെ എടുക്കും. പക്ഷെ അവൻ്റെ സ്വഭാവം ശരിയല്ല. 4 ചക്രണ്ട്, കാറ് ഉഷാറാണ്, 4 ചക്രല്ല എന്ന് പറഞ്ഞ പോലെയാണ്, അല്ലേ? സഹോദരങ്ങളെ, ചില ആൾക്കാരെ ധാരണ എന്താ അറിയോ? നിസ്കാരം, നോമ്പും സക്കാത്തൊക്കെ കൃത്യമാക്കിയാലേ സ്വർഗത്തേക്കാണ് പോകാന്നാണ്. നാളെ പരലോകത്ത് അള്ളാഹിൻ്റെ കോടതിയിൽ നമ്മുടെ നന്മയുടെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നത് ഏതാണ് എന്ന് നമ്മുടെ നേതാവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ? സൽസ്വഭാവമാണെന്നാണ്. സൽസ്വഭാവത്തിൻ്റെ പ്രായോഗിക വഴിയിൽപ്പെട്ട ഒന്നെന്താ നിങ്ങൾ? പുഞ്ചിരിക്കുക. നല്ല സ്വഭാവമുള്ളവർക്കേ പുഞ്ചിരിക്കാൻ കഴിയുള്ളൂ. നോക്കൂ നിങ്ങൾ, ഒരാൾ ചിരിക്കേണ്ട മതിയാവും ചിലപ്പോൾ നമ്മളെ സങ്കടം മാറാൻ, അല്ലേ? അത് ഭാര്യ ഭർത്താവിനോട് ചിരിക്കുക, തിരിച്ച് അങ്ങോട്ടും ചിരിക്കുക, മാതാപിതാക്കളോട് ചിരിക്കുക. എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ട മുഖത്തോടെ ഇരിക്കാതെ സഹോദരങ്ങളെ, പുഞ്ചിരി സൽസ്വഭാവത്തിൻ്റെ ഭാഗമാണ്. പിന്നെ പറഞ്ഞെന്താ നിങ്ങൾ? മനഃപൂർവ്വം ചിലയിടങ്ങളിൽ നമ്മൾ മൗനം അവലംബിക്കുക എന്നാണ്. മനസ്സിലായോ? മനഃപൂർവ്വം ചില രംഗങ്ങളിൽ മൗനം അവലംബിക്കുക എന്ന് പറഞ്ഞെന്താ? മറ്റുള്ളവരെ കേൾക്കുന്ന നല്ലൊരു സ്വഭാവം നമുക്ക് ഉണ്ടാകണം. പറയണതൊന്നും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല, പക്ഷെ കേട്ടിരിക്കുക. അത് നമ്മളെ കുടുംബജീവിതത്തിലും വേണം, നാട്ടുകാരിലും വേണം, മറ്റുള്ളവരും എന്തെങ്കിലും കേൾക്കുമ്പോഴൊക്കെ എടുത്ത് ചാടുകയല്ല. സഹോദരങ്ങളെ, ആ പറഞ്ഞത് അയാളുടെ അഭിപ്രായമാണ്, അതിനെ ഞാൻ മാനിക്കുന്നു. അത് അപ്പുറത്തെ അയാളുടെ അഭിപ്രായമാണ്, അതിനെ ഞാൻ മാനിക്കുന്നു.
ഇങ്ങനെയാവുമ്പോൾ നമ്മളെ സ്വഭാവം, നിങ്ങൾ ഈ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, ഖുർആൻ പാരായണം, കുറേ നന്മ ചെയ്യുന്ന ആൾക്കാരില്ലേ? ഓലിതൊക്കെ ചെയ്യണത് എന്ത് നെയ്യത്തില? കൂലിയിട്ടുള്ള നെയ്യത്തിലല്ലേ? പക്ഷെ ഈ പറയപ്പെട്ടതൊക്കെ ഇതിനേക്കാൾ ഒരു പടി അധികം കൂലി കിട്ടുന്നൊരു നന്മയാണ് ഏതുവരെങ്ങൾ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ. അത് ചില ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മുടെ സ്വഭാവ രംഗം ഒന്ന് നന്നാക്കണം. ഹബീബായ മുത്ത് നേതാവിന് അള്ളാഹ് കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്താ? ഓ പ്രവാചകരെ, അങ്ങൊന്ന് മഹത്തായ സ്വഭാവത്തിൻ്റെ മേലാണ്. അങ്ങോട്ട് പറഞ്ഞാൽ തീരെ. അവിടുത്തെ മദ്ഹ് സ്വഭാവത്തിൻ്റെത് മാത്രം പറഞ്ഞാൽ ഇങ്ങനത്തെ എത്ര മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടിരുന്നറിയോ? അത്രമാത്രം സൽസ്വഭാവത്തിൻ്റെ ഉടമയല്ലേ. അനസ് ബിൻ മാലിക് പറയാണ്, 10 കൊല്ലം ഞാൻ എൻ്റെ നബിൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ട്. പല നന്മകൾ ചെയ്തു കൊടുത്തിട്ട് ജീവിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും അനസേ നീ എന്തിനാണത് ചെയ്തത്, എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ ശകാരിക്കുന്നത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല എന്നാണ്. വിളിച്ചിരുന്നത് തന്നെ ഉനൈസ് എന്നാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ എല്ലാ രംഗത്തും നമ്മളെ സാന്നിധ്യം മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, നമ്മളൊരു കോള് വന്നാൽ മറ്റുള്ളവർ അത് അറ്റൻഡ് ചെയ്യുക സന്തോഷത്തോടെ, പരസ്പരം സഹോദരങ്ങളെ സങ്കടങ്ങളൊക്കെ മനസ്സ് തുറന്ന് പറയുക, സന്തോഷങ്ങൾ പങ്കുവെക്കുക, ഇങ്ങനെയുള്ള ആളുകളാകണം നമ്മൾ. കാരണം അത്ര വലിയ പുണ്യമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ പറയുന്ന കാര്യത്തിൽ സത്യസന്ധതമാണ്. വാക്കും പ്രവൃത്തിയും ഒന്നാകണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ ഹബീബ് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി, അള്ളാഹുവേ എൻ്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കിയതുപോലെ ഫഅഹ്സിൻ ഖുലുഖി, നീ എൻ്റെ സ്വഭാവത്തെയും നന്നാക്കിയണമേ എന്നാണ്. എന്ത് രസമുള്ള ദുആയാണത്. എന്താ പറഞ്ഞത്? എൻ്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കിയതുപോലെ. വത്തീനി വസ്സൈത്തൂൻ ഓതിയിട്ടില്ലേ നമ്മൾ? വത്തീനി വസ്സൈത്തൂനി വത്തൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല രൂപഘടനയിലെ മനുഷ്യനെ അല്ലാഹ് സൃഷ്ടിച്ചിട്ടുണ്ട്. അതേപോലെ എൻ്റെ സ്വഭാവത്തെയും നീ ആക്കിത്തരണമേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തേത് ഇടപാടുകളിലെ കൃത്യത. അത് മുമ്പത്തെ ഒരു ഖുതുബയിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ നീ അത് അവനിൽ നിന്ന് വാങ്ങിയത് അതിനേക്കാൾ സന്തോഷത്തോടെ നീ അവനത് തിരിച്ചു കൊടുക്കുക എന്നാണ്. ഹബീബായ പ്രവാചകൻ ഒരാൾക്ക് കടം കൊടുക്കേണ്ടായിരുന്നു. അയാൾ വളരെ പരുഷമായിട്ട് വന്നിട്ട് നബിയോട് അത് ചോദിച്ചത്. സെയ്ദ് ബിൻ സഅനയുടെ സംഭവം അല്ല കേട്ടോ, അത് മറ്റൊരു വിഷയമാണ്. ആ പ്രവാചകൻ കൊടുക്കാണ്ടായിരുന്നത് ഇത്തരം പ്രത്യേകം പ്രായമെത്തിയ ഒരു ഒട്ടകക്കുട്ടിയായിരുന്നു. അത് അദ്ദേഹം വന്ന് നബിയോട് പരുഷമായി ചോദിച്ചു വാങ്ങിയപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സഹാബികളോട് പറഞ്ഞു അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് ഡേറ്റ് ആയിട്ടില്ല. എന്നിട്ടും അദ്ദേഹം പ്രവാചകനെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടിയിട്ട്, കളിയാക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്ന ഒരു ശത്രുവായിരുന്നു. അപ്പം അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു എന്താണ്? അദ്ദേഹത്തിൻ്റെ ആ കൊടുക്കാനുള്ള അതേ ഒട്ടകപ്രായത്തിലുള്ള കുട്ടിയെ കൊടുക്കാൻ പറഞ്ഞു. സഹാബികൾ പരിശോധിച്ച് നോക്കിയപ്പോഴേ ആ കൊടുക്കാനുള്ള വസ്തുക്കളിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പ്രായമുള്ള ഒട്ടകമല്ല. ഉള്ള ഒട്ടകങ്ങളാകട്ടെ മുന്തിയ, വയസ്സുകൂടിയ, ക്വാളിറ്റി കൂടിയ ഒട്ടകങ്ങളാണ്. അള്ളാഹിൻ്റെ റസൂലിനോട് സഹാബികൾ പറയാണ്, നബിയെ അദ്ദേഹത്തിന് കൊടുക്കാൻ പാകത്തുള്ള സാധനം അവിടെ അല്ല. ഫഅതൂഹു ഇയ്യാ, ഹബീബായ പ്രവാചകൻ പറയാണ്, എങ്കിൽ മുന്തിയ ഒന്നിന് അദ്ദേഹത്തിന് കൊടുക്കൂ എന്നാണ് പറഞ്ഞത് അല്ലേ? കടം തിരിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ അത് കൊടുത്തു വീട്ടുക. ഇതൊക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉത്തമരാകാനുള്ള വഴികളിൽ പഠിപ്പിക്കപ്പെട്ടൊരു കാര്യമാണ്. നാലാമത്തെ ഒരു കാര്യം എന്താ പറയുക? ഗുണകാംക്ഷയുള്ളവരാകാനാണ്. നമ്മളെ സമൂഹത്തോടും നമ്മുടെ നാട്ടിലുള്ള ആളുകളോടും വീട്ടിലുള്ള ആളുകളോടും നമ്മൾ ഗുണകാംക്ഷയുള്ള ആളുകളാവുക എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അലാ ഉഖ്ബിറുക്കും ബിഖൈരിക്കും എന്നാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമരായവരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്നാണ്. മിൻ ശർരിക്കും, നിങ്ങളിൽ ഏറ്റവും മോശമായവരെയും ഞാൻ പറഞ്ഞു തരട്ടെ എന്നാണ്. ആരാണ് ഏറ്റവും നല്ലവർ? റസൂലുള്ളാഹി 3 വട്ടം പറഞ്ഞത്. 3 വട്ടമാണ് ആവർത്തിച്ചത്. എന്ത്? നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകളെ പറഞ്ഞു തരട്ടെ, ഏറ്റവും മോശമായ ആളുകളെ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ 3 പ്രാവശ്യം അത് ആവർത്തിച്ച് പറഞ്ഞു. അതിൽ ഏറ്റവും നല്ലവരാരാന്ന് പറയുന്നത് അഖ്ബിർനാ ബി ഖൈരിനാ മിൻ ശർരിന, നബിയെ ഞങ്ങളിൽ നല്ലവരെയും മോശപ്പെട്ടവരെയും ഒക്കെ പറഞ്ഞു തരുമെന്ന് സഹാബികൾ ചോദിക്കുകയാണ്. അപ്പോൾ സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഖൈറുക്കും മൻ യുർജാ ഖൈറഹു വയുഅ്മൻ ശർറഹു എന്നാണ്. അതായത് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ നന്മ പ്രതീക്ഷിക്കപ്പെടുകയും തൻ്റെ തിന്മയെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ലാത്ത ഒരാളാരാണോ
അവരാണ് ഏറ്റവും ഹൈറായവൻ. എന്താ പറഞ്ഞത്? നമ്മുടെ മോശമായ പെരുമാറ്റം കൊണ്ട് മറ്റൊരാൾ പേടിക്കുക, നമ്മളെ സാന്നിധ്യം കൊണ്ട് ഒരാൾക്ക് അയാൾ വരുന്നുണ്ടല്ലോ പടച്ചോനെ എന്നൊരു പേടി, എല്ലാവരും നമ്മളെക്കുറിച്ച് നിർഭയരാവുക എന്നാണ്. അയാളെ സാന്നിധ്യം, അയാളുടെ ആ ഒരു ഇടപെടൽ ഏറ്റവും ഹൈറായ രൂപത്തിൽ നമ്മൾക്ക് സന്തോഷത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കുക, അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്നാണ്. നേരെ തിരിച്ചും പറഞ്ഞെന്താ? ഒട്ടും നന്മ പ്രതീക്ഷിക്കപ്പെടാത്ത, തിന്മയെക്കുറിച്ച് ഭയപ്പെടേണ്ട ആളാണ് ആരാണോ അവരുടെ ഏറ്റവും ഷർറായവെന്നാണ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊരു പ്രയാസം, നമ്മളെ തിന്മയെക്കുറിച്ച് മറ്റുള്ളവർ പേടിക്കുക, ഇത്തരം ആളുകളാണ് നിങ്ങളിൽ ഏറ്റവും ഷർറായവർ എന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ 4 വിഭാഗം, ഇനി പറയാനിരിക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. ഈ 4 വിഭാഗം, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഖുർആൻ പഠിക്കുന്ന ആളുകളെക്കുറിച്ചാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഉത്തമരായ സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇടപാടുകളിലെ കൃത്യത പാലിക്കുന്ന ആളുകളാണ്. നാലാമത് സമൂഹത്തോടും സ്വന്തത്തോടും ഗുണകാംക്ഷയുള്ളവരായി മാറുക എന്നാണ്. ഇവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും ഇവരിൽ ഉൾപ്പെടാനുള്ള നല്ലൊരു മനസ്സും അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, 5ാമത്തെ വിഭാഗം, അവസാനത്തെ വിഭാഗമായി പഠിപ്പിക്കപ്പെട്ടത് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ ഉണർത്താൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു വിഭാഗം കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടുന്ന ആളുകൾ എന്നാണ്. ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി എന്നാണ്. നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ കുടുംബത്തോട് നല്ല രൂപത്തിൽ ഇടപെടുന്ന ആളുകളാണ്. ചില ആളുകളെ നാട്ടുകൂട്ടത്തിലും സമൂഹത്തിലൊക്കെ നല്ല സൽപ്പേരുള്ള ആളുകളായിരിക്കും, അല്ലേ? കൂട്ടുകാരന്മാർക്ക് വേണ്ടി ചങ്ക് കുറച്ചു കൊടുക്കും. ഓല ഏത് നട്ടപ്പാതിരൊക്കെ വിളിച്ചാലും വണ്ടി എടുത്ത് പോവും. അവരുടെ കൂടെ എല്ലാ നിലക്കും സന്തോഷവാനാണ്. പക്ഷെ കുടുംബത്തിൽ വളരെ മോശപ്പെട്ട ഇടപെടലുകളാണ്. അങ്ങനത്തെ കുറേ ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്, അല്ലേ? 5 പൈസക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല. നാട്ടുകാരല്ല നമുക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത്. എൻ്റെ സൽസ്വഭാവത്തെക്കുറിച്ചും എൻ്റെ നല്ല പെരുമാറ്റത്തെക്കുറിച്ചും എനിക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത് എൻ്റെ കൂടെ ചൂടും ചൂരും അറിഞ്ഞ് കഴിയുന്ന എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് അയൽവാസികളും ഓളെ കൂട്ടുകാരികളൊന്നുമല്ല, ഭർത്താവ് എന്നുള്ളതൊക്കെ ഞാനാണ്. അത് അത്രത്തോളം ആത്മാർത്ഥമായി പറയാൻ നമുക്കല്ലാതെ കഴിയില്ല, മനസ്സാക്ഷി കളവറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ ഇടപഴകുന്നവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എൻ്റെ കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ ഇടപഴകുന്ന ആളാണ് ഞാൻ. സഹാബി വനിതയായ നമ്മുടെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീവി പറയാണ്, കാന ഫീ മിഹ്നതി അഹ്ലിഹി എന്നാണ്. സ്വന്തം കുടുംബത്തിന് വേണ്ടി എല്ലാ ജോലികളും ചെയ്തു തന്നിരുന്ന ആളാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതായത് വെള്ളം കോരുക, പാത്രം കഴുകുക, കീറിയ എന്തെങ്കിലും ഡ്രസ്സുകളുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യുക. സഹാബി വനിതകൾക്ക് വേണ്ട എല്ലാ ആരാണ്? ഈ ഇരിക്കുന്ന എന്നേക്കാളും നിങ്ങളെക്കാളൊക്കെ 100 കൂട്ടം തിരക്കുള്ള ആളായിരുന്നു നമ്മുടെ നേതാവ്. എന്തെങ്കിലും സംശയമുണ്ടോ? എത്രയോ തിരക്കുള്ള ആൾ, ലോകത്തിൻ്റെ നേതാവാണ്, ആചാര്യന്. ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ജോലിയും ചെയ്തു കൊടുത്തിരുന്നു എന്ന് പറയണം. ചില ഗൃഹനാഥന്മാർക്കൊക്കെ ഭാര്യയെ ഒന്ന് സഹായിക്കുക, ഓട് പറഞ്ഞ പണിയൊക്കെ ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ 2ാം കട പരിപാടിയായിട്ട് കാണുന്ന ചില അല്പബുദ്ധികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. സഹോദരങ്ങളെ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല 1ാം ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബജീവിതമാണ്. അവിടെ നന്നായില്ലെങ്കിൽ പോയി, അവിടെ പരാജയപ്പെട്ട പോയി. അതുകൊണ്ട് കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ, ചില ആൾക്കാർ പറയും എൻ്റെ ഭാര്യയെ ഞാൻ എൻ്റെ വരച്ച വരയിൽ നിർത്തലുണ്ട്, എന്നാൽ അത് ശരിയല്ല. ആ നിലപാടല്ല വേണ്ടത്. ഭാര്യയെ വരച്ച വരയിൽ നിർത്താനല്ല പഠിക്കേണ്ടത്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഭരിക്കപ്പെടേണ്ടവളെന്ന് മലയാളത്തിൽ അതിനർത്ഥമുണ്ടെങ്കിൽ അത് 100ൽ 100 തെറ്റാണ്. ഭരിക്കപ്പെടേണ്ടവളല്ല ഭാര്യ. പിന്നെയോ അതിന് ഏറ്റവും നല്ല വാക്ക് പ്രയോഗിച്ച മതമാണ് ഇസ്ലാം. സൗജത്ത് അല്ലെങ്കിൽ സൗജ് എന്ന 2 വാക്കുകൾ. എന്താ അർത്ഥം? ഇണകൾ എന്നാണ്. ഇണയാകുമ്പോൾ എന്താണ്? ഇണയും തുണയുമാകുമ്പോൾ സങ്കടങ്ങൾ ഷെയർ ചെയ്യും, സന്തോഷങ്ങൾ ഷെയർ ചെയ്യും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാ നിലക്കും നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യന്മാരൊക്കെ കുടുംബരംഗത്ത് ഭയങ്കര പോക്കാണ്. വയസ്സായിലെ മൗലവി ഇഞ്ഞെന്ത് കുടുംബജീവിതം എന്നാണ്. സഹോദരങ്ങളെ, കുടുംബജീവിതത്തിൽ വേണ്ടത് മവദ്ദത്തും റഹ്മത്തുമാണ്.
അങ്ങേയറ്റമുള്ള സ്നേഹവും റഹ്മത്തുമാണ്. അത് മരിക്കോളം വേണം. ഇനി നമ്മളെ ഭാര്യയിലും ഭർത്താവിലും എന്തെങ്കിലുമൊക്കെ പിടിപ്പീടും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടറിയോ? അത് പണ്ഡിതന്മാർ പറഞ്ഞൊരു വഴി എന്താ? ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നടക്കാനിരിക്കുന്നതൊക്കെ എൻ്റെ റബ്ബ് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ച ഫലകത്തിൻ്റെ പേരാണ് ലൗഹുൽ മഹ്ഫൂദ്. ആ ലൗഹുൽ മഹ്ഫൂദ് എഴുതിയതാണ് ഈ സംഭവിക്കുന്നതൊക്കെ. ഞാനിന്ന് ഖുത്ബ പറയുമ്പോൾ ഏത് വിഷയം സെലക്ട് ചെയ്യണമെന്ന് എൻ്റെ റബ്ബ് അന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഖുത്ബ പറയുമ്പോൾ ഞാൻ ഏത് രൂപത്തിൽ ഇടപഴകണം, ഏതൊക്കെ ആക്ഷനുകൾ കാണിക്കണം, എൻ്റെ റബ്ബ് എഴുതി വെച്ചതാണ്. നിങ്ങൾ ഇന്ന് ഖുത്ബക്കൊന്ന് എവിടെയൊക്കെ ഇരിക്കണം, ഇന്ന് ജുമാക്ക് ഏത് പള്ളി പങ്കെടുക്കണം, ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഏർപ്പാട് എന്തൊക്കെയാണ് അന്ന് പടച്ചത് എഴുതി വെച്ചതാണ്. അന്ന് എഴുതി വെച്ച കഥകൾ ഇങ്ങനെ ജീവിച്ച് തീർക്കുകയാണ് നമ്മൾ. എന്തിനാണ് അത്ര അത് എഴുതി വെച്ചതറിയോ? മുമ്പേ അല്ല എഴുതി വെച്ച് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് വല്ല സന്തോഷങ്ങളും ഈ ജീവിതയാത്രയിൽ കിട്ടിയാൽ അമിതമായി ആഹ്ലാദിച്ച് തുള്ളിച്ചാടാതിരിക്കാനാണ്. അതൊക്കെ മുമ്പേ എഴുതി വെച്ചതാണ്, ഓവറാകണ്ട. വല്ല സങ്കടങ്ങളും വന്നാലോ സങ്കടം വരുമല്ലോ, അതിൻ്റെ പേരിൽ ആത്മഹത്യാ കൊമ്പുകളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനാണെന്നാണ്. അപ്പോൾ ഒരു ക്യാൻസർ നാളെ നമുക്ക് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയോ ആളുകളില്ലേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ സഹോദരങ്ങളെ, അതെൻ്റെ റബ്ബ് മുമ്പേ തീരുമാനിച്ചതാണെന്നുള്ള ആ വിധിയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ കുടുംബരംഗത്തും പ്രശ്നമില്ല, ജീവിതത്തിലും പ്രശ്നമില്ല. ചില ആൾക്കാർ എന്താ പറയുക, കല്യാണ സമയത്ത് എൻ്റെ ഒപ്പം നല്ലോണം അന്വേഷിച്ചില്ല, അതുകൊണ്ട് ഈ മനുഷ്യൻ ഞാൻ സഹിക്കന്നെ, അതുകൊണ്ട് ഇനി ഓളാണ് സഹിക്കന്നെ. അങ്ങനെയല്ല, അതല്ല പറയേണ്ടത് വിശ്വാസി. പിന്നെയോ ഇതെൻ്റെ റബ്ബ് അന്ന് തീരുമാനിച്ചു വെച്ചതാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരമാവധി മാനസികമായി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, നാളെ പരലോകത്ത് കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താണ്? അവർ ദീനിയായി അദ്ദിബൂഹും മഅല്ലിമുഹും എന്നാണ്. ദീന് പഠിച്ച് അത് പരസ്പരം കുടുംബത്തോട് ഷെയർ ചെയ്ത്. ചില കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ ദുനിയാവ് മാത്രമാണ്, ദുനിയാവ് എങ്ങനെ കുട്ടിയെ ഡോക്ടറാക്കണം, ഓളെ ട്യൂഷൻ അവിടെ, ഓൻ്റെ പഠിത്തം അവിടെ, ഫുള്ള് ദുനിയാവ്. സത്യം പറഞ്ഞാൽ അത്തരം ആളുകളെ കാണുമ്പോൾ 100-ൽ 100 പുച്ഛാണ് നമുക്കൊക്കെ തോന്നാറുള്ളത്. ഹനീൻ എന്ന് പറയുന്ന മകൻ സൗദി അറേബ്യയിൽ പഠിക്കുന്ന കുട്ടിയാണ്, 16 വയസ്സുകാരനാണ്. നമ്മുടെ കേരളത്തിലെ പുളിക്കൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള നമ്മുടെ സജീവനായ പ്രവർത്തകൻ്റെ മകനാണ്. ഒന്നുമില്ല, സ്കൂളിലേക്ക് പോകാൻ അന്ന് വണ്ടി വരുന്ന സമയത്ത് കുറച്ച് ധൃതി പിടിച്ചവൻ റൂമൊക്കെ ക്ലോസ് ചെയ്തിട്ട് പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിനിടക്കണോ മറിഞ്ഞു വിടും. ചായ കുടിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉമ്മ വിളിച്ചപ്പോഴേ ഓൻ ഡോറ് തുറക്കണില്ല. സംശയം തോന്നിയിട്ട് തുറന്ന് ഉള്ളിൽ ചെന്നപ്പോൾ ഹനീൻ മോൻ മറിഞ്ഞ് കിടക്കുകയാണ് അല്ലേ. പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞെന്താ, ഹൃദയം ചില സ്ഥലങ്ങളിൽ ബ്ലോക്കായിട്ടുണ്ടെന്ന്, ചെറിയൊരു പണിമുടക്ക് നടത്തിയിട്ടുണ്ട്. 22 ദിവസം മാതാപിതാക്കളോടൊന്നും മിണ്ടാതെ സജീവരായി ഓടിക്കളച്ച് നടന്നിരുന്ന ആ കുട്ടി 22 ദിവസം മിണ്ടാതെ വെന്റിലേറ്ററിൽ കിടന്നു. 23-ാം ദിവസവും മരിച്ചു കഴിഞ്ഞ ആഴ്ച. ഓൻ്റെ കബറടക്കം കഴിഞ്ഞു റിയാദിലെ ഖബർസ്ഥാനിയിൽ അല്ലേ. വയസ്സെത്രയാണ്? 16 വയസ്സാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇങ്ങനെ നമ്മളെ മക്കൾക്കൊരു പോക്കുണ്ടാവില്ലേ? അവിടെ പരലോകത്തിൻ്റെ കുട്ടി വേർക്കാതിരിക്കാൻ ഇവിടുന്ന് ഒരു പിതാവ് എന്നുള്ള നിലക്ക് ഞാൻ എനിക്ക് എൻ്റെ റബ്ബ് തന്ന എൻ്റെ മകനും മകൾക്കും കൊടുക്കണം എന്നുള്ള ബോധം ഒരു കുടുംബനാഥൻ നിലക്ക് നമുക്ക് വേണം. അവിടെ കുടുംബത്തോടൊപ്പം ദീനിൻ്റെ കാര്യങ്ങൾ കാര്യമായി ചർച്ച ചെയ്യാൻ, ഇടപഴകാൻ സഹോദരങ്ങളെ, അതിൽ കിട്ടുന്ന സുഖവും നിർവൃതിയും അത് വേറൊന്ന് തന്നെയാണ്. അത് അനുഭവിച്ച ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 5 കാര്യങ്ങൾ ഉത്തമരാകാനുള്ള വഴികളാണ്. കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ ഇടപെടുക എന്നാണ് അവസാനമായി ഞാൻ ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രംഗങ്ങളെല്ലാം കഴിയുന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്ത് ഉത്തമരായ ആളുകളിൽ ഉൾപ്പെട്ട് മുന്നോട്ട് പോകാൻ, അങ്ങനെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ധാരാളം നന്മകളുടെ ലാഭം കൊയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന മഹാവിജയികളിൽ ഉത്തമരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് ജീവിതത്തിൻ്റെ ഇന്നലകളിൽ അറിഞ്ഞും അറിയാതെയും ധാരാളം വീഴ്ചകൾ പല രംഗത്ത് കടന്നു വന്നു പോയവരാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നോട് ദുആ വസിയത്ത് ചെയ്ത പല ആളുകളുമുണ്ട്. നമ്മുടെ പള്ളിയിൽ സജീവമായി ഇടപെടുന്ന നമ്മുടെ പള്ളി കമ്മിറ്റിയിൽ അംഗം കൂടിയായ ഒരു സഹോദരൻ്റെ മകൾ പ്രസവത്തിന് വേണ്ടി ഉള്ള ഒരുക്കത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിലുള്ള പ്രസവം സമ്മാനിക്കുമാറാകട്ടെ. സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ ഞാൻ കഴിഞ്ഞ 2 ആഴ്ചകളിൽ
നമ്മുടെ പള്ളിക്ക് വേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു സഹോദരൻ്റെ ഉമ്മയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള ചികിത്സകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കൂടുതൽ റിസൾട്ടുകളൊന്നും ലഭ്യമായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിയുടെ പ്രയാസങ്ങൾക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പരിസരത്തുള്ള നമ്മുടെ സഹോദരങ്ങളുടെ അയൽവാസിയായ ചെറുപ്പക്കാരിയായ ഒരു മകൾക്ക് ഏറെ വലിയൊരു രോഗത്തിനടിമപ്പെട്ട് വേദന കടിച്ചമർത്തി കഴിയുകയാണ്. കരയുകയാണവർ. വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ രോഗിയായി ഹോസ്പിറ്റലിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഞാൻ മാസങ്ങൾക്ക് മുമ്പ് അറിഞ്ഞൊരു കാര്യം കൂടിയാണ്. അവരേറെ പ്രയാസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പെൺകുട്ടിയുടെ സഹോദരിയുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളാണോ ഷാഫിയായ ഖദീറായ ജബ്ബാറായ റഹ്മാനായ റബ്ബ് ആ സഹോദരിയുടെ ശാരീരിക അവസ്ഥകളിലെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ മക്കളിലേക്കും കുടുംബത്തിലേക്കും അല്ലാഹു അവരെ എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ പള്ളിയിലേക്ക് കൃത്യമായ ക്ലാസ്സുകൾക്കും അതുപോലെ 5 നേരം നിസ്കരിക്കാനൊക്കെ വരുന്ന നമ്മുടെ ഇക്ബാൽ സാഹിബിൻ്റെ ഭാര്യ കിഡ്നി സംബന്ധമായ രോഗവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷന് വിധേയരാവുകയാണെന്ന്. അവരുടെ ഭാര്യയും നമ്മുടെ പള്ളിയുമായി സജീവമായി ഇടപെടുന്നൊരു സ്ത്രീയാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഓപ്പറേഷൻ ഏറ്റവും നല്ല രൂപത്തിൽ വിജയകരമായി നമ്മളിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖിനെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെ ദിനേന എന്നോണം റോഡ് മാർഗം നമ്മുടെ മഹീഷത്തിന് വേണ്ടിയും അല്ലാതെയുമൊക്കെ സഞ്ചരിക്കുന്നവരാണ്. വല്ല അപകടങ്ങളും നമ്മെ കാത്തിരിപ്പുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ രോഗങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിക്കുന്ന നാളുകളുടെ എണ്ണം എത്രയാണോ അത്രയും നാൾ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള മഹത്തായ അനുഗ്രഹത്തെ തൗഫീഖിനെ ഉപരിയുള്ള റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായ കടക്കണിയിൽ അകപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അല്ലാഹു അത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോയ ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മോചിതമാകാനുള്ള പരിഹാര മാർഗങ്ങൾ റഹ്മാനായ റബ്ബ് കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. കഠിനമായ ചൂടുകൊണ്ട് ഇപ്പോഴും നമ്മളെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഇതിന് അറുതി വരുത്തി ശാന്തമായ റഹ്മത്തിൻ്റെ മഴ നമുക്കെല്ലാം അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الله